ഈയിടെയായിട്ട് ഈ കുറച്ച് നാളായിട്ട് നമ്മുടെ എല്ലുകളൊക്കെ വളരെ വീക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന് തെന്നി ഒന്ന് താഴെ വീണാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു ആക്സിഡൻറ്റ് മതി അതൊന്ന് ബ്രേക്കായി പോകാനായിട്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ടതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മരത്തിൽ നിന്നോ വലിയ മരത്തിൽ നിന്നോ വീണാൽ പോലും കാര്യമായിട്ടൊന്നും പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മളിപ്പം വെറുതെ ഒന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തെന്നിയൊന്ന് വീണ് കഴിഞ്ഞാൽ അപ്പം ബോണങ്ങ് ബ്രേക്കാവുകയാണ്. തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിൽ വയ്ക്കുക. കാരണം അത്രയ്ക്കും വീക്കാണ് നമ്മുടെ ശരീരം. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുക, വെറുതെ ടി വി കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാര്യമായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക, ആവശ്യത്തിനുള്ള കറക്റ്റായിട്ടുള്ള പോഷകാംശങ്ങൾ, പ്രോട്ടീൻസ്, കാര്യങ്ങൾ, കാൽഷ്യം അകത്ത് എടുക്കാതിരിക്കുക, എക്സസൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. എങ്കിൽ പോലും അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ചില കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം നമ്മൾ പഴയ പോലെ കൊള്ളുന്നില്ല, പഴയ പോലെ എക്സസൈസ് നമുക്ക് കിട്ടുന്നില്ല. പണ്ടത്തെ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ പണി ചെയ്താൽ മാത്രമേ നമുക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അപ്പോൾ പണി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്ത് അതുപോലെ മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് തന്നെ എല്ലും ഡെവലപ്പാവും, സ്ട്രോങ് ആവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും പറ്റത്തില്ല. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ ശരീരം വളരെ വീക്കാണ്, വളരെ സോഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ അതിനകത്ത് ആഘാതങ്ങൾ ഏൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് വരെ നമ്മുടെ ഈ ഒരു ബോൺ ഹെൽത്ത് കൂടിക്കൂടി വരും. ഏകദേശം ഒരു 20-25 വയസ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബോണിൻ്റെ ആ ഒരു വളർച്ച പൂർത്തിയാവും. അതായത് അത് മാക്സിമം ഡെവലപ്പാകും. അതിന് ശേഷം പിന്നെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഓക്കെ, അത് സ്റ്റേബിൾ ആയതിനു ശേഷം പിന്നെ ഉണ്ടാകുന്നത് ഡിക്ലൈനാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് ഒരേ രീതിയിൽ നിന്നിട്ട് പിന്നെ ഡിക്ലൈൻ ആയിട്ടുള്ള ഒരു ഫേസ് തുടങ്ങും. ഈ ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. നമ്മുടെ ഈ മുടി പോലെ അല്ലെങ്കിൽ നഖം പോലെ ഡെഡായിട്ടുള്ളൊരു ടിഷ്യൂ അല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആയിട്ടുള്ളൊരു സാധനമാണ്, ലിവിങ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് ഉണ്ടാക്കുന്നത് ബോൺ മാരോ, ഈ ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കുന്നത് ഈ ബോൺ മാരോ ആണ്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് എപ്പോഴും ഈ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ സ്കിന്നിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ എല്ലിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഓസ്റ്റിയോക്ലാസ്റ്റുകളുണ്ട്, ഓസ്റ്റിയോബ്ലാസ്റ്റുകളുണ്ട്. ഓക്കെ, അത് രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് ബോൺ ഫോം ചെയ്യാനും സഹായിക്കും, അതുപോലെ ഡിസ്ട്രക്റ്റ് ചെയ്യാനും സഹായിക്കും. എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന പോലെ, എപ്പോഴും ഒരേ സെൽസ് അല്ല. നമ്മുടെ ശരീരത്തിനകത്ത് സെൽസ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ എല്ലിനകത്തും മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അതുമാത്രമല്ല കാൽഷ്യത്തിൻ്റെ വളരെ വലിയൊരു സ്റ്റോർ ഹൗസാണ് നമ്മുടെ ശരീരത്തിനകത്ത്. എപ്പോഴാണോ കാൽഷ്യത്തിൻ്റെ ഒരു കുറവുണ്ടാകുന്നത് എല്ലിന് വലിച്ചെടുക്കും. അപ്പോൾ എല്ല് അല്പം വീക്കാവും. ഓക്കെ, അതുപോലെ തന്നെ കാൽഷ്യം കൂടുതലാണെങ്കിൽ ഒരുപക്ഷെ അത് എല്ലിൽ വന്ന് ഡെപ്പോസിറ്റ് ആകാനും ഉള്ള സാധ്യതയാണ്. കാരണം അത് ബ്ലഡിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റായി പ്രശ്നമാകും. അപ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടി ഇത് എല്ലിൽ വന്ന് ഡെപ്പോസിറ്റ് ആകുകയും ഇറഗുലർ ആയിട്ടുള്ള ഡെപ്പോസിറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് വേദനകൾ ഉണ്ടാക്കാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാലം വരെ അതായത് ഒരു 20-25 വയസ്സ് വരെ നമ്മുടെ ശരീരത്തിനകത്ത് എല്ല് ഡെവലപ്പാകാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. അതിനുശേഷം സ്റ്റേബിളായിട്ട് നമ്മൾ എത്രയൊക്കെ ഭക്ഷണം കഴിച്ചാലും ഡെവലപ്പാക്കാൻ നോക്കിയാൽ അതിന് ശേഷം എല്ലിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല. ഓക്കെ, കാരണം ആ ഒരു മാക്സിമം എത്തി. അതിനുശേഷം പിന്നെ പയ്യെ അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കാരണം ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽസിൻ്റെ ആക്ടിവിറ്റി കൂടും, ഓസ്റ്റിയോബ്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി പയ്യെ കുറഞ്ഞു വരും. ഓക്കെ, ഏജ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം പൂർണ്ണമായിട്ട് നടക്കാതിരിക്കുകയും എല്ല് വീക്കാവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും എല്ലിൻ്റെ കാര്യം അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ എല്ല് പെട്ടെന്ന് ബ്രേക്ക് ആകുന്നുണ്ട്, അല്ലെങ്കിൽ പഴയ പോലെ ബലമില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യുക. അതായത് നമ്മൾ വെറുതെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ എല്ല് ശോഷിച്ചു പോകും, നമ്മുടെ മസിൽസും ശോഷിച്ചു പോകും. അങ്ങനെ വരാതിരിക്കാനായിട്ട് റെഗുലറായിട്ടുള്ള എക്സസൈസ്, നല്ല ഡയറ്റ്, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം. ഇപ്പോൾ ഇതിന് ജനറ്റിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും എല്ലിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഡയറക്റ്റായിട്ട് ഭക്ഷണം കൊണ്ട് നേരെയാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജനറ്റിക് ലെവൽ കറക്ഷൻ തന്നെ വേണം. ഓക്കെ, ഈ ബോൺ മാരോക്ക് മാറ്റി വയ്ക്കാൻ നമുക്കറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യം ഭക്ഷണമാണ്. എക്സസൈസും ഭക്ഷണവും പറഞ്ഞു.
ഇനി നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്നും പോയി ഈ വീണുകൊണ്ടിരിക്കുകയാണ്, എല്ല് മൊത്തം പൊടിഞ്ഞു പോകത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം എന്നുള്ളതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കാനൊക്കെ എടുത്ത് നോക്കാൻ പറ്റും. ഡെക്സാ സ്കാനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലിൻ്റെ ബലവും കാര്യങ്ങളും നമുക്കറിയാം. അതിനകത്ത് സെറ്റ് സ്കോറും ടി സ്കോറും ആയിട്ടൊക്കെ നമുക്ക് ഈ എല്ലിൻ്റെ ബലം നോർമലായിട്ടുള്ള ഒരു പെർസെൻറ്റൈലിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പൊതുവേ നോർമലായിട്ടുള്ള ഹെൽത്തി ഇൻഡിവിജ്വലിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് എന്തുമാത്രം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ഇപ്പം നോർമലായിട്ടിരിക്കുകയാണ്, നമുക്ക് സ്കാൻ എടുത്ത് നോക്കാൻ പറ്റുന്ന ഡെക്സ. അപ്പോൾ അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലാതെ ബോൺ സ്കാനുകളുണ്ട്, ബേസിക്കായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന അൾട്രാസൗണ്ട് വെച്ച് നോക്കുന്ന സ്കാനുകളുണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് ഉള്ള മാറ്റങ്ങൾ. ഡെക്സ കോസ്റ്റ്ലിയാണ്, ഇത് കോസ്റ്റ്ലി അത്രയാകാതെ തന്നെ നമുക്കൊരു ബേസിക്കായിട്ടുള്ള ഇവാലുവേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ കാൽഷ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇതൊരു മെറ്റബോളിസമാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് പൂർണ്ണമായിട്ടും കാൽഷ്യത്തിൻ്റെ ഒരു കുറവുണ്ടായി കഴിഞ്ഞാൽ അത് പല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം നമ്മുടെ എല്ലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശരീരത്തിനകത്ത് കാൽഷ്യത്തിൻ്റെ ആവശ്യം കൂടുമ്പോഴും കുറയുമ്പോഴൊക്കെ എല്ലിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ശരീരം. ഓക്കെ, അവിടെ നിന്ന് വലിക്കുകയും പിന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള നല്ല സപ്ലൈ നമ്മുടെ ഈ കാൽഷ്യത്തിൻ്റെ ആവശ്യമാണ്. ഹോമിയോപ്പതിയിൽ ഇതിന് ചില മെഡിസിൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, ഓസ്റ്റിയോപോറോസിസ് വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇറഗുലറായിട്ടുള്ള ബോൺ ഡെപ്പോസിഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എല്ല് ബ്രേക്ക് ആവുന്ന സാധ്യതകൾ കുറയ്ക്കാനൊക്കെ ആയിട്ട്, സ്ട്രെങ്ത് കൂടാനൊക്കെ ആയിട്ട് കാൽക്യറി ഫോഴ്സ് പോലത്തുള്ള മെഡിസിൻസ്, അത് ലോവർ പൊട്ടൻസി 6X ഒക്കെ മേടിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്. ഓരോരുത്തരുടെ ആവശ്യം ഓരോ തലത്തിലായിരിക്കും. ചിലപ്പം കൂടുതൽ ടാബ്ലറ്റ് വേണ്ടി വരും, ചിലപ്പം കൂടുതൽ റെപ്പറ്റീഷൻ വേണ്ടി വരും, ചിലപ്പോൾ അത്രയും വേണ്ടി വരത്തില്ല. എന്നാലും നോർമലി 4 വെച്ച് 3 നേരം എന്നുള്ള രീതിക്കൊക്കെ ജനറലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിലപ്പം ശ്രദ്ധിക്കണമെന്നില്ല. എല്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ നമ്മൾ എല്ലിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നോർമലി വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഒരിക്കലും കെയർ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മുടെ എല്ലുകൾ. എല്ലില്ലാതെ നമ്മുടെ ശരീരത്തിനകത്തൊരു രൂപമില്ല, അല്ലേ? നമ്മുടെ ശരീരത്തിന് ഫ്രെയിം വർക്ക് കൊടുക്കുന്നതാണ്. അപ്പം അതില്ലാത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കെയർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ, ഈ സ്റ്റെപ്പുകൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതാണ്. നല്ല ഭക്ഷണം, നല്ല എക്സസൈസ്, അതുപോലെ തന്നെ സൺലൈറ്റ്, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീകളിലൊക്കെ ഹോർമോൺ ചേഞ്ച് വരുന്ന സമയത്ത് എല്ലിൻ്റെ ആ ഒരു ബലം നാച്ചുറലി കുറയും. അപ്പോൾ അങ്ങനെ കുറയുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വേണ്ട മുൻകരുതലുകൾ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതാണ്. പ്രായമായവരിൽ ഈ ഒരു പ്രശ്നമുണ്ട്, എല്ലിൻ്റെ ഡീഫോർമേഷൻ വരാനുള്ള ചാൻസ് ഉള്ള സമയമാണ്. തീർച്ചയായിട്ടും അതും ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കുട്ടികളിൽ നമ്മൾ ഈ ബോൺ ഫോം ആകുന്ന സമയത്ത് ആവശ്യത്തിന് ഉള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീക്ക് പോയിൻ്റ് മാക്സിമം ലെവലിലേക്ക്, ഓപ്റ്റിമൽ ലെവലിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും ബോണിൻ്റെ സ്ട്രെങ്ത്. സോ തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ഡോക്ടർ ആനന്ദ്. സോ സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഇൻഫോംഡ്. താങ്ക് യു.